ചെറുകഥ ലക്ഷ്മി. രചന തോമസ് കവാലം. ശബ്ദം ജിസി. അയാൾ അപ്പോഴും കടത്തിണയിൽ മലർന്നു കിടക്കുകയായിരുന്നു. കണ്ണ് പാതി തുറന്ന് ചുറ്റുമൊന്ന് വീക്ഷിക്കാൻ ശ്രമിച്ചു. കണ്ണു തുറക്കുന്നില്ല. ശരീരം മനസ്സിനൊത്ത് ചലിക്കുന്നു. പുറത്തു മഴ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുന്നു. പെയ്യുന്ന മഴ പുഴ പോലെ റോഡരികിലൂടെ ഒഴുകി ഓടയിലൂടെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. നിർത്താതെ പെയ്യുന്ന മഴ, കാർമേഘങ്ങളിൽ ഒതുങ്ങിക്കൂടുന്ന നീർത്തുള്ളികൾ ധാരധാരയായി ഒഴുകുമ്പോൾ ആകാശത്തിന് എന്താശ്വാസമായിരിക്കും. നെഞ്ചിനുള്ളിലെ വിമിഷ്ടങ്ങൾ കണ്ണുനീർ തുള്ളികളായി പുറത്തേക്ക് വരുന്നത് പോലെ അയാൾ അവിടെ കിടന്ന് ചിന്തിച്ചു. ഇടയ്ക്കിടയ്ക്ക് റോഡിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപൂർവം ചിലർ കാൽനടയായും. അവരിൽ ചിലർ റോഡ് സൈഡിൽ കിടക്കുന്ന അയാളെ നോക്കി സഹതപിക്കുകയും മറ്റു ചിലർ അതിശയിക്കുകയും ചെയ്യുന്നു. അയാൾ അറിയാവുന്ന ചിലർ പറഞ്ഞു, പാവം, പഠിച്ചു ചിന്തിച്ചു ഭ്രാന്ത് പിടിച്ചു. മഴയുടെയും വെള്ളത്തിന്റെയും ഒഴുക്കിന്റെ ശബ്ദം അയാളെ തെല്ലൊന്ന് അലോസരപ്പെടുത്തി. പക്ഷെ അയാൾ അനങ്ങിയില്ല. അവിടെ കിടന്നുകൊണ്ട് അയാൾ ചിന്തിച്ചു. ഒരിക്കൽ അയാൾ എഴുതിയ വരികളെ കുറിച്ച്. ആ വരികൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ ചൊല്ലിക്കേൾപ്പിച്ചപ്പോൾ അവർക്കിടയിൽ ഉണ്ടായ ഹർഷാരവത്തെ കുറിച്ച്. പ്രേമം തലയ്ക്ക് പിടിച്ച കുട്ടികൾ എഴുതിയ പ്രണയ വരികളേക്കാൾ 100 മടങ്ങ് ശക്തിയുള്ള വരികൾ അയാളുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ എല്ലാം പിന്നിൽ അവളായിരുന്നു, ലക്ഷ്മി ദാസ്, തന്റെ പ്രണയത്തിന് തീ കൊളുത്തിയവൾ. പെട്ടെന്ന് അയാളുടെ മനസ്സിലേക്ക് ഊറി വന്ന പ്രണയത്തിന്റെ ഈരടികൾ അയാൾ അവിടെ കിടന്നുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ എടുത്ത് അതിലേക്ക് കുറിച്ചിട്ടു. സ്വപ്നവും സ്വർഗവും നീയേ സഖി, സ്വന്തമാക്കിയിടുന്നത് എങ്ങനെയാ? എന്നിലെ എന്നെ ഞാൻ കണ്ടിടുവാൻ നിന്നിലെ ഞാൻ ജീവിച്ചിടുക വേണം. വരികൾ കുറിക്കുന്നതോടൊപ്പം അയാൾ അതുറക്കെ പാടുകയും ചെയ്തു, ഒരു ഭ്രാന്തനെ പോലെ. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് ഭ്രാന്തില്ലെന്ന് ആര് പറഞ്ഞു? മയക്കുമരുന്നിന്റെ പിടിയിൽപ്പെട്ട് അയാൾ ഒരു ഭ്രാന്തനായി കഴിഞ്ഞിരുന്നു. ചുറ്റുവട്ടത്തുള്ള എല്ലാവർക്കും അത് അറിയാമായിരുന്നു. പക്ഷെ അയാൾക്ക് ഭ്രാന്ത് പിടിച്ച കാര്യം അറിഞ്ഞില്ല. പെട്ടെന്നാണ് അയാളുടെ മൊബൈൽ ഫോൺ അടിച്ചത്. അയാൾ കണ്ണു തുറന്നു. തികച്ചും അപ്രതീക്ഷിതമായി വന്ന വിളി കേട്ട് അയാൾ ഞെട്ടി. സുനിലേട്ടാ, എവിടെയാ? അയാൾ ഫോൺ ചെവിയോട് അടുപ്പിക്കുന്നതിനിടയിൽ മുൻപ് ചുണ്ടോട് ചേർത്ത് ഉമ്മ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ടൗണിൽ തന്നെയുണ്ട് ലക്ഷ്മി. അത് പറയുമ്പോൾ അയാളുടെ ചുണ്ടുകളും കൈകളും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ വിറയിൽ യാതൊരു കാരണവശാലും ലക്ഷ്മി അറിയരുതെന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു. ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. എവിടെയാണെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ്. ലക്ഷ്മിയുടെ വാക്കുകൾക്ക് കനലിന്റെ തീഷ്ണതയുണ്ടായിരുന്നു. ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ വളരെ തിരക്കിലാണ്, അങ്ങോട്ട് വിളിക്കാം. സംയമനം പാലിച്ച് സുനിൽ പറഞ്ഞിട്ട് ഫോൺ വെച്ചു. ലക്ഷ്മിയുടെ സംസാരം കേട്ടതോടെ സുനിലിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. എന്ത് പ്രധാനപ്പെട്ട കാര്യമായിരിക്കും അവൾ പറയാൻ പോകുന്നത്? എത്ര ആലോചിച്ചിട്ടും അയാൾക്ക് മനസ്സിലായില്ല. ലക്ഷ്മി ഇടയ്ക്കിടയ്ക്ക് അയാൾക്കൊരു സർപ്രൈസ് കൊടുക്കാറുണ്ടായിരുന്നു. അയാളുടെ ജന്മദിനത്തിൽ, അയാളുടെ കവിതാ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്ന ദിനങ്ങളിൽ, അയാൾ അവളെ കുറിച്ച് കവിത എഴുതുന്ന ദിവസങ്ങളിൽ. അങ്ങനെ സാവധാനം അവൾ അയാളുടെ ആരാധികയായി മാറുകയായിരുന്നു. സുനിലും ലക്ഷ്മിയും കോളേജിൽ സഹപാഠികളായിരുന്നു. ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒന്നിച്ച് പഠിച്ചവർ. ഷേക്സ്പിയറും മിൽട്ടണും കോൾറിഡ്ജും ഒക്കെ ഒന്നിച്ച് ചർച്ച ചെയ്തവർ. കവിത എഴുത്തും പ്രതിബന്ധം എഴുത്തും രാപകലില്ലാതെ ഒന്നിച്ച് ചെയ്ത അവർ മനസ്സും ശരീരവും കൊണ്ട് അടുത്തു, അകലുവാൻ ആകാത്ത വിധം. സുനിൽ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു അബ്കാരി കോൺട്രാക്ടറുടെ മകനായിരുന്നു. കള്ളും ചാരായും കണ്ടു വളർന്നവൻ. കരുണാകരൻ മുതലാളിക്ക് 3 ആൺമക്കളായിരുന്നു. അതിലേറ്റവും ഇളയവനായിരുന്നു സുനിൽ. അച്ഛന്റെ അബ്കാരി സാമ്രാജ്യം വികസിച്ചതോടുകൂടി മക്കൾ കൈവിട്ടുപോയി. സ്വന്തം ബിസിനസ് കൊണ്ട് നാട്ടുകാരെ കള്ളുകുടിപ്പിച്ച കരുണാകരൻ മക്കൾ ആ വഴിക്ക് തിരിഞ്ഞത് കണ്ടപ്പോൾ ചൊൽപ്പിടിക്ക് നിർത്താൻ മടിച്ചു. സ്വയം ജീവിത മാതൃക കണ്ടുപിടിച്ച മക്കൾ എത്ര ഉപദേശിച്ചാലും മാറാത്ത നിലയിലായി. കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സുനിലിന് മരുന്നില്ലാതെ ജീവിക്കാനാവില്ല എന്ന സ്ഥിതിയിലായിരുന്നു. പണം യഥേഷ്ടം കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് ആരുടെയും വരുതിക്ക് നിന്നില്ല. സാവധാനം സ്വന്തം ശരീരവും ആത്മാവും കൈവിട്ടു പോകുകയായിരുന്നു. വീട്ടിൽ വരാതെയായി. ആത്മസുഹൃത്തുക്കളോടുള്ള ബന്ധം വേർവിട്ടു. എന്തിന്? ജീവനായി കരുതിയിരുന്ന ലക്ഷ്മിയോട് പോലുമുള്ള ബന്ധം സാവധാനം അറ്റുപോകുകയായിരുന്നു. കഞ്ചാവും കവിതയും സുനിലിന് ജീവിതം നൽകി. ലക്ഷ്മി ആദ്യം ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. കാര്യങ്ങളുടെ ഗതി അറിഞ്ഞു വന്നപ്പോൾ പിടിവിട്ടു പോയിരുന്നു. ലക്ഷ്മി സുന്ദരിയും അത്യാവശ്യം കലാവാസനകളുള്ളവളുമായിരുന്നു. കവിതകളും കഥകളും എഴുതിയിരുന്നെങ്കിലും അതിലുപരി വായനയിലായിരുന്നു അവൾക്ക് കമ്പം.
സാമ്പത്തികമായി മധ്യവർഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലാണ് അവൾ വളർന്നെങ്കിലും അച്ഛനമ്മമാരുടെ ഒരേ ഒരു പുത്രിയായിരുന്നത് കൊണ്ട് അവരുടെ പൂർണ്ണ പിന്തുണ അവൾക്ക് ഉണ്ടായിരുന്നു. പഠിച്ചിറങ്ങി അധികം നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു ബാങ്കിൽ ജോലിയും കിട്ടി. പക്ഷെ സുനിലുമായുള്ള അവളുടെ ബന്ധം അവളുടെ ഭാവിയെ ബാധിച്ചു. സൂര്യൻ ഉദിച്ചു പൊങ്ങിയപ്പോൾ റോഡുകളിൽ തിരക്കായി. കടകൾ ഓരോന്നായി തുറക്കാൻ തുടങ്ങി. ആളുകൾ വന്നു തുടങ്ങി. സുനിൽ അവിടുന്ന് എഴുന്നേറ്റ് മാറി അടുത്തുള്ള ബസ് സ്റ്റാൻഡിൽ ഒരു കോൺക്രീറ്റ് തൂണിന്റെ മറവിൽ ഇരിപ്പുറപ്പിച്ചു. ഏകദേശം 1 മണിക്കൂറോളം അവിടെ ചിന്താമഗ്നനായി അവനിരുന്നു. പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് എന്തോ ദിവ്യാനുഭൂതി ഉണ്ടായതുപോലെ പരിസരത്തുള്ള ഒരു പെട്ടിക്കടയിൽ ചെന്ന് ഒരു പൊതി വാങ്ങിക്കഴിച്ചു. അതോടെ അവൻ പൂർവാധികം ഊർജ്ജസ്വലനായി. പൊടുന്നനവേ അവൻ മുൻപ് വന്ന ലക്ഷ്മിയുടെ ഫോൺ കോളിനെ കുറിച്ച് ഓർത്തിട്ടെന്ന പോലെ ഫോൺ ഡയൽ ചെയ്തു. ഹലോ ലക്ഷ്മി, ഞാൻ ഇവിടെയുണ്ട്, ബസ് സ്റ്റാൻഡ് പരിസരത്ത്. സ്വരം താഴ്ത്തി അവൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരട്ടെ, കാണാൻ പറ്റുമോ? മൃദുസ്വരത്തിൽ അവൾ ചോദിച്ചു. തീർച്ചയായും, അവൻ പറഞ്ഞു. ലക്ഷ്മി അവനെ കാണാൻ വരുമെന്ന് തീർച്ചയായതോടെ അവൻ അടുത്തുള്ള പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിൽ കയറി പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്ത് കുളിച്ച് ഒരുങ്ങി. നീണ്ട 2 വർഷങ്ങൾക്ക് ശേഷമാണ് ലക്ഷ്മി അവനെ കാണാൻ എത്തുന്നത്. എന്തായിരിക്കും അവളുടെ ഉദ്ദേശം? അവൻ ആലോചിച്ചു. അവൾ വിവാഹിതയായി കാണണം, കുഞ്ഞുമുണ്ടായിരിക്കണം. ഇനി ഒരു പക്ഷേ അവളെ വിവാഹം ചെയ്തവൻ അവനുമായുള്ള ലക്ഷ്മിയുടെ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കുമോ? അതുമൂലം അവളെ അവൻ ഉപേക്ഷിച്ചിരിക്കുമോ? അങ്ങനെ ഭ്രാന്തമായ ചിന്തകൾ അവന്റെ മനസ്സിലൂടെ കടന്നുപോയി. ഏകദേശം 1/2 മണിക്കൂർ കടന്നു കാണണം. ലക്ഷ്മിദാസ് സ്വന്തം കാറിൽ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തിച്ചേർന്നു. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് അവൾ കാർ നിർത്തി. കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ ലക്ഷ്മി അവനെ ലക്ഷ്യമാക്കി നടന്നു. അവനെ കണ്ടതും ബലമായി അവന്റെ കയ്യിൽ പിടിച്ചു. കാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. കാറിന്റെ ഇടതുവശത്തുള്ള മുൻ സീറ്റിലേക്ക് അവനെ കയറ്റിയിരുത്തി. ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്ന് അവൾ ഓടിച്ചുപോയി. ഒരു ലക്ഷ്യവുമില്ലാതെ അവൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കെ അവൾ പറഞ്ഞു, സുനിൽ, പിൻസീറ്റിലേക്ക് ഒന്ന് നോക്കൂ. അവളുടെ നിർദ്ദേശം കേട്ടപാടെ സുനിൽ പിന്നിലേക്ക് നോക്കി. ഏകദേശം 2 വയസ്സ് പ്രായമുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടി. അവനെ കണ്ടതും ആ പെൺകുട്ടി ചിരിച്ചു. സുനിലും ചിരിച്ചു. പക്ഷെ അവന്റെ മനസ്സിൽ ഒരു സ്വപ്ന ലോകത്തിലായിരുന്നു. അവന്റെ ശരീരം ആകാശത്ത് അങ്ങനെ പറന്നു നടക്കുന്നത് പോലെ അവന് തോന്നി. ആ പെൺകുട്ടി ഒരു മാലാഖയാണെന്ന് അവൻ വിചാരിച്ചു. ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അത് കണ്ട ലക്ഷ്മി ചോദിച്ചു, ആരാണെന്ന് മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. സത്യമോ മിഥ്യയോ എന്ന് തിരിച്ചറിയാതെ സുനിൽ പറഞ്ഞു. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിക്കേ, അവൾ അല്പം കാർക്കശ്യത്തോടെ പറഞ്ഞു. ഒരു മാലാഖ കുഞ്ഞ് അല്ലേ? അവൻ ചോദിച്ചു. അതെ, നമുക്ക് ദൈവം തന്ന ഒരു മാലാഖ കുഞ്ഞ്. നിങ്ങളത് മറന്നുപോയോ? ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപ് കോളേജിൽ നിന്ന് നമ്മൾ ഒരുമിച്ച് ബാംഗ്ലൂർ മൈസൂർ ടൂർ പോയപ്പോൾ ഒരുമിച്ച് ഹോട്ടലിൽ തങ്ങിയതും ശാരീരികമായി ബന്ധപ്പെട്ടതും. അവൾ കഴിഞ്ഞ കാലത്തിലേക്ക് ഊളയിടാൻ തുടങ്ങിയപ്പോൾ അവൻ പെട്ടെന്ന് പറഞ്ഞു, നീ എത്ര നന്നായി എല്ലാം ഓർത്തിരിക്കുന്നു. ഐ എം സോറി, എന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് എന്റെ മനസ്സ് നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ പോയതോടുകൂടി എന്റെ കവിതയും മരിച്ചുപോയി. നോക്കൂ, ആയിരിക്കുന്നത് നിങ്ങളാണ്. നിങ്ങളിലെ കവിതയാണ് കവിത സുനിൽ. ലക്ഷ്മി നർമ്മം കലർത്തി പറഞ്ഞു. ഞാനോ? കവിതയോ? എന്റെ കവിതയോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അത് ചോദിക്കുമ്പോഴും അയാൾ സ്വപ്ന ലോകത്തായിരുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ടാണ് സുനിലേട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങളെ വിധിക്ക് വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറല്ല. ലക്ഷ്മി വീട്ടിലെത്തിച്ചേർന്നപ്പോൾ ഇടിച്ചു കുത്തി മഴ പെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു. നല്ല കോളും ഉണ്ടായിരുന്നു. ജീവിതത്തിലും ഇതുപോലെ തന്നെ കാറ്റും കോളുകളും എല്ലാം ഉണ്ടാകും. പക്ഷേ നമ്മൾ അതിനെയെല്ലാം അതിജീവിക്കും. അവൾ ആത്മകഥം ചെയ്തു. പിന്നീട് ആരും ആ പ്രാർത്ഥന കടത്തിണ്ണയിലോ മറ്റെവിടെയുമോ കണ്ടില്ല. കൂട്ടിലടച്ച ഒരു കിളിയെ പോലെ അയാൾ ലക്ഷ്മിയുടെ കരവലയത്തിൽ ഒതുങ്ങിയായിരുന്നു. അവിടെ അയാൾ കവിതകളും കഥകളും എഴുതിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഒരു പുതിയ തൂലികാ നാമത്തിൽ ആയിരുന്നു എന്ന് മാത്രം. ലക്ഷ്മി